നമസ്കാരം. ഒട്ടേറെ പ്രതീക്ഷകളോടെ സിവിൽ സർവീസ് മോഹവുമായി കോച്ചിംഗ് സെന്ററുകളിലേക്ക് എത്തുമ്പോൾ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ: സിവിൽ സർവീസ് എന്ന ബാലികേറാമല എത്തിപ്പിടിക്കുക. വർഷങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെയാണ് പലരും പരീക്ഷ എന്ന കടമ്പ കടക്കുന്നത്. ചിലർക്കത് കടക്കാൻ കഴിയുന്നുമില്ല. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും കോച്ചിംഗ് സെന്ററുകളിലുള്ള പ്രതീക്ഷ വളരെ വലുതാണ്. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള കോച്ചിംഗ് സെന്ററുകൾ മുതൽ പുതുതായി മുളച്ചു പൊന്തുന്നവ വരെ അതിലുണ്ട്. വർഷങ്ങളുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഡൽഹിയിലുള്ള റാവോസ് IAS സ്റ്റഡി സർക്കിളിൽ കഴിഞ്ഞ ദിവസമുണ്ടായ അപകടം ഞെട്ടിക്കുന്നതാണ്. മഴയിൽ വെള്ളം ഇരച്ചു കയറി ജീവൻ നഷ്ടമായത് ഇവിടുത്തെ 3 കുട്ടികൾക്കാണ്. സ്വപ്നങ്ങളില്ലാതായത് നിമിഷ നേരങ്ങൾക്കുള്ളിൽ. അടിമുടി ചട്ടലംഘനത്തിന്റെ വിവരങ്ങളാണ് 71 വർഷത്തെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഈ സ്ഥാപനത്തിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ വിഷയമാണ് ന്യൂസ് ഈവനിംഗ് വിശദമായി പരിശോധിക്കുന്നത്. നമുക്കൊപ്പം നമ്മളുടെ പ്രതിനിധി ഉണ്ടാകും, ഒപ്പം തന്നെ അതിഥികളും തത്സമയം ഉണ്ടാകും. ന്യൂസ് ഈവനിംഗിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസവും ഇന്നുമെല്ലാം നമ്മൾ പ്രതിഷേധത്തിൻ്റെ വാർത്തകൾ ആണ് കണ്ടത്. അവിടുത്തെ വിദ്യാർത്ഥികൾ വലിയ പ്രതിഷേധം അഴിച്ചുവിടുന്നു. റോഡുകൾ ഉപരോധിച്ചുകൊണ്ടൊക്കെയുള്ള പ്രതിഷേധം. ഇന്നിപ്പോൾ പ്രതിഷേധമുണ്ടാകുന്നു. ലഫ്റ്റനന്റ് ഗവർണർ സ്ഥലത്തേക്ക് എത്തുന്നു. ഇതെല്ലാമാണ് ഇന്നത്തെ വാർത്തകൾ. ഈ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ബൽറാം, ഇപ്പോൾ വിദ്യാർത്ഥികളുടെ ആവശ്യം എന്താണ്? അവർ ഇന്നലെ മുതൽ പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടു. പ്രധാനപ്പെട്ട റോഡുകൾ അടക്കം ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധം. ഇന്നിപ്പോൾ ലഫ്റ്റനന്റ് ഗവർണർ പ്രതിഷേധക്കാരെ കാണുന്നു. ഈ വിദ്യാർത്ഥികളുടെ ആവശ്യം എന്താണ്? അവർക്ക് എന്ത് തരത്തിലുള്ള ഉറപ്പുകൾ ഈ ഘട്ടത്തിൽ കിട്ടിയിട്ടുണ്ട്? അനുജ, വിദ്യാർത്ഥികൾ ഇന്നലെ കരോൾബാഗിൽ റോഡ് ഉപരോധിക്കുന്ന ഘട്ടത്തിൽ പോലീസിന് കൈമാറിയത് 9 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പട്ടികയാണ്. അതിൽ പ്രധാനമായും ആദ്യ ആവശ്യമായി ചൂണ്ടിക്കാണിക്കുന്നത് ഈ അപകടം സംബന്ധിച്ച് ഔദ്യോഗികമായി എത്ര പേർ മരിച്ചു എന്നത് വ്യക്തമായി ഔപചാരികമായി തന്നെ സ്ഥിരീകരണം നൽകണം എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട അവ്യക്തത നിലനിൽക്കുന്നു. നിരവധി കുട്ടികളെ കാണാതായതായുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഔപചാരികമായി സാധാരണ നിലയിൽ ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ജില്ലാ ഭരണകൂടമാണ് ഈ സ്ഥിരീകരണം നൽകേണ്ടത്. എന്നാൽ ഈ കാര്യത്തിൽ അത് ഉണ്ടായിട്ടില്ല. മറിച്ച് പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ഈ മരണസംഖ്യ സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട പോലീസ് തന്നെ പിന്നീട് ഒരിക്കൽ കൂടി ആ സ്ഥിരീകരണം ആവർത്തിക്കുകയാണ് ഇന്നലെ വൈകിട്ട് ഉണ്ടായത്. ഒപ്പം തന്നെ ഈ അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് അർഹമായ ധനസഹായം, നഷ്ടപരിഹാരം നൽകണമെന്നാണ് രണ്ടാമത്തെ ആവശ്യം. കൂടാതെ ഇത്തരത്തിൽ ചട്ടലംഘനം നടത്തുന്ന ബേസ്മെന്റുകളിൽ ലൈബ്രറിയോ അല്ലെങ്കിൽ മറ്റ് ക്യാൻറ്റീനുകൾ അടക്കമുള്ളവ നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കണം. ഇതിൽ ഉചിതമായ ഘട്ടങ്ങളിൽ ഇടപെട്ട് കൃത്യമായി ചട്ടം പാലിക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം തുടങ്ങിയ 9 ആവശ്യങ്ങളാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പോലീസിന് ഓടുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണെന്ന് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നു. എന്നാൽ MCDയും മറ്റ് അധികൃതരും കൂടി മാത്രം തീരുമാനമെടുക്കാൻ കഴിയുന്ന, നടപ്പാക്കാൻ കഴിയുന്ന ആവശ്യങ്ങളാണ് മറ്റുള്ളവ എന്നും അത് അധികൃതരെ അറിയിക്കുമെന്നുമാണ് പോലീസ് കഴിഞ്ഞ ദിവസം ഈ വിദ്യാർത്ഥികളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം അറിയിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ MCD നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ വൈകിട്ട് തന്നെ 13 സ്ഥാപനങ്ങളുടെ സീൽ ചെയ്തിരിക്കുന്നു. കൂടാതെ ഇന്നും ഈ മേഖലയിൽ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുന്നു. 3 JCBകൾ ഇപ്പോൾ ഈ റാവോസ് അക്കാഡമിക്ക് സമീപം തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതിന് എതിർഭാഗത്തുള്ള ഇത്തരത്തിലുള്ള അനധികൃതം എന്ന് കണ്ടെത്തിയ നിർമ്മിതികൾ പൊളിച്ചു നീക്കുന്നു. ഓടയ്ക്ക് മുകളിലുള്ള മറ്റ് നിർമ്മിതികളാണ് പൊളിച്ചു നീക്കിയിരിക്കുന്നത്. അത് വൈദ്യുതി ബന്ധം ഉൾപ്പെടെ വിച്ഛേദിക്കുന്ന നടപടികൾ ഉണ്ടായിരിക്കുകയാണ്. അതേസമയം വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കണം എന്നുള്ളതാണ്. വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന ഉറപ്പ് ലഭിക്കണം എന്നുള്ളതുമാണ് ആവശ്യം. ഈ ഘട്ടത്തിലാണ് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന ഇന്ന് സംഭവസ്ഥലം സന്ദർശിക്കുകയും വിദ്യാർത്ഥികളുമായി സംസാരിക്കുകയും ചെയ്തത്. ആദ്യഘട്ടത്തിൽ അദ്ദേഹം ഈ അപകടം നടന്ന സ്ഥലത്തും ബാരിക്കേഡിനപ്പുറം മാത്രം നിന്ന് അധികൃതരുമായി സംസാരിക്കുകയായിരുന്നു. വിദ്യാർത്ഥികൾ തങ്ങളോടൊപ്പം നേരിട്ടെത്തി സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് അദ്ദേഹം സംസാരിക്കാൻ തയ്യാറായി. അദ്ദേഹം വിദ്യാർത്ഥികളുടെ പൂർണ്ണ സുരക്ഷ, ഈ സമരത്തിൽ നിന്നും അവർക്കെതിരെ അതിക്രമങ്ങൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇത് ഒരു രാഷ്ട്രീയ ഒരു പോരാട്ടത്തിന് കൂടി ഈ വിഷയം വഴിവെച്ച ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് VK സക്സേനയുടെ സന്ദർശനം എന്നുള്ളതും ശ്രദ്ധേയമാണ്. കാരണം ഇന്ന് രാവിലെ മുതൽ തന്നെ ആം ആദ്മി പാർട്ടി ചട്ടലംഘനം നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കേണ്ടത് ലഫ്റ്റനന്റ് ഗവർണറാണ് എന്നും അദ്ദേഹം അത് ചെയ്യാത്തതാണ് ഇത്തരത്തിൽ
നടപടികൾ ആവർത്തിക്കാൻ കാരണമെന്നും ലഫ്റ്റനന്റ് ഗവർണർക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ലഫ്റ്റനന്റ് ഗവർണർ നേരിട്ട് തന്നെ സംഭവ സ്ഥലത്തേക്ക് എത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴും വിദ്യാർത്ഥികളുടെ പ്രതിഷേധം തുടരുകയാണ്. അഞ്ജുജ, ബൽറാം, ഒരു കാര്യം കൂടി, ഇതിൽ നിലവിൽ എത്ര പേരുടെ അറസ്റ്റ് ഉണ്ടായിട്ടുണ്ട്? അതിൽ കോച്ചിംഗ് സെന്റർ CEO, കെട്ടിട ഉടമ ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടാതെ കൂടുതൽ അറസ്റ്റുകൾ ഇന്നുണ്ടായല്ലോ. അനുജ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ന് 5 പേരുടെ അറസ്റ്റ് കൂടിയാണ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ 5 പേരിൽ ഈ അപകടത്തിന് കാരണമായത് ഈ കോച്ചിങ് സെന്ററിന്റെ ഈ ലൈബ്രറി പ്രവർത്തിക്കുന്ന ബേസ്മെന്റിലേക്ക് വെള്ളം ഇരച്ചെത്തിയതാണ്. ഈ ഓടയിൽ നിന്നും ഈ ബേസ്മെന്റിലേക്ക് അല്ലെങ്കിൽ ഈ സ്ഥാപനവുമായി ബന്ധിപ്പിക്കുന്ന ഗേറ്റ് അത് തകരാനിടയായതാണ് വെള്ളം ഇത്തരത്തിൽ ഇരച്ചു കയറാൻ കാരണമായത് എന്ന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഗേറ്റ് തകരാൻ കാരണമായത് അതിലൂടെ ഒരു വാഹനം സഞ്ചരിച്ചത് കൊണ്ടാണെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ അടക്കമുള്ള 5 പേരാണ് ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ കഴിഞ്ഞ ദിവസം തന്നെ സ്ഥാപന ഉടമ അടക്കം 2 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇതിന്റെ നടത്തിപ്പുകാരനടക്കം 2 പേരാണ് ഇന്നലെ അറസ്റ്റിലായത്. ഇതോടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 7 പേരെ ഇതിനകം തന്നെ അറസ്റ്റ് ചെയ്തു. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് അറിയിക്കുന്നത്. അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുകയാണ് എന്നുമാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, അതാണ് ഡൽഹി IAS കോച്ചിംഗ് സെന്റർ അപകടത്തിൽ പ്രതിഷേധം തുടരുകയാണ്. 7 പേരുടെ അറസ്റ്റും ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട്. നമ്മളുടെ അതിഥികളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഈ അക്കാഡമിയിലെ വിദ്യാർത്ഥിയായ ആദിത്യൻ, ഒപ്പം തന്നെ മരിച്ച നെവിൻ ഡാൽവിൻ്റെ ബന്ധു തങ്കരാജൻ എന്നിവരാണ് തത്സമയം നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം ആദിത്യനിലേക്കാണ് ഞാൻ പോകുന്നത്. ആദിത്യൻ, ഈ അക്കാഡമിയിൽ എത്ര നാളായി കോച്ചിങ് നടത്തുന്നുണ്ട്? ഹലോ, പറഞ്ഞോളൂ. ഞാനിപ്പോൾ 4 മാസമായി. ഞാൻ ഏപ്രിൽ 15-നാണ് ഞങ്ങൾക്ക് ക്ലാസ് തുടങ്ങിയത്. 4 മാസത്തോളം ആയി ഞാനിവിടെ വന്നിട്ട്. അതെ, അപ്പോൾ ഈ സംഭവം ഉണ്ടായത്, ഈ കനത്ത മഴയുണ്ടായത് ശനിയാഴ്ചയാണ്. വൈകിട്ടായിരുന്നു മഴ. ഏതാണ്ട് ഒരു 6 മണിക്ക് ശേഷം മഴ തുടങ്ങുന്നു എന്നാണ് അല്ലേ? എനിക്ക് തോന്നുന്നു ഒരു 5:30 മണിയോടെ മഴ തുടങ്ങുന്നു. 8:30 വരെ കനത്ത മഴ, 3 മണിക്കൂർ ശക്തമായ മഴ പെയ്യുന്നു തലസ്ഥാനത്ത്. അതിനുശേഷം ആണ് നമ്മൾ ഇത്തരം വാർത്തകൾ പിന്നീട് എത്രയോ വൈകിയാണ് ഇങ്ങനെയൊക്കെ ഒരു അപകടം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നത് പുറത്തറിഞ്ഞു. അന്ന് സംഭവിച്ചത് എന്താണ് എന്നത് ആദിത്യൻ ആ സമയത്ത് എവിടെയായിരുന്നു? ആ പരിസരത്തുണ്ടായിരുന്നോ? അന്ന് അവിടെ എന്താണ് സംഭവിച്ചത് എന്നത് ആദിത്യന് പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് ഞങ്ങൾക്ക് ഹോളിഡേ ആയിരുന്നു. ശനിയാഴ്ച ഞങ്ങൾക്ക് തിങ്കൾ മുതൽ വെള്ളി വരെയാണ് ഞങ്ങളുടെ ക്ലാസ്സുകൾ നടക്കുന്നത്. ശനി ഞായർ ദിവസങ്ങളിൽ വീക്കെൻഡ് ബാച്ചുകളിലെ സ്റ്റുഡൻസിനും അതുകൂടാതെ മറ്റ് ബാച്ചുകളിലെ സ്റ്റുഡൻസിന് പഠിക്കാൻ വേണ്ടിയിട്ട് ലൈബ്രറി ഓപ്പൺ ആണ്. അപ്പം ശനിയാഴ്ച ദിവസമായതുകൊണ്ട് ഞങ്ങൾക്ക് ക്ലാസ്സിലേക്ക് പോകണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ വീട്ടിൽ തന്നെയായിരുന്നു. വൈകുന്നേരം ഏതാണ്ട് ഒരു 5 മണിയോടുകൂടി 5-5:30 കൂടിയാണ് മഴ തുടങ്ങുന്നത്. 5 മണി മുതൽ ഒരു 6:30-7 മണി വരെ വളരെ ശക്തമായ രീതിയിലൊരു മഴ പെയ്യുകയായിരുന്നു. മഴ പെയ്തു കഴിഞ്ഞാൽ ഓൾഡ് രാജേന്ദ്ര നഗറിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്നത് പതിവാണ്. ഈ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ തന്നെ ഏതാണ്ട് ഒരു 3 ദിവസത്തോളം മഴ പെയ്ത് വെള്ളക്കെട്ടുണ്ടായി ഞങ്ങൾക്ക് ക്ലാസ്സുകളില്ലായിരുന്നു. അങ്ങനെ വെള്ളക്കെട്ടുകൾ ഉണ്ടാകുമ്പോൾ ലൈബ്രറിയിലേക്ക് ചെറിയ തോതിലാണ് വെള്ളം കയറിക്കൊണ്ടിരുന്നത്. ചെറിയ തോതിൽ വെള്ളം കയറുകയും ചെളി ക്ലീൻ ചെയ്യാൻ വേണ്ടിയുള്ള ഡ്യൂറേഷൻ ഒരു ദിവസം ആണ് എടുക്കാറ്. ഒരു ദിവസം ലൈബ്രറി അടച്ചിട്ട് ക്ലീൻ ചെയ്യുകയാണ് ചെയ്യാറ്. അപ്പം അന്നത്തെ ദിവസം മഴ കൂടുതൽ ശക്തമായി പെയ്യുകയും സാധാരണഗതിയിൽ നിന്നും കുറച്ചുകൂടെ വലിയൊരു വെള്ളക്കെട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗത്ത് രൂപപ്പെടുകയായിരുന്നു. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഗേറ്റ് സാധാരണ കനത്ത മഴ പെയ്യുമ്പോഴൊക്കെ ഇത് പതിവാണ് അല്ലേ? ഇങ്ങോട്ടേക്ക് വെള്ളം ഇരച്ചു കയറുന്നു. ഈ ബേസ്മെന്റിലുള്ള ലൈബ്രറിയിലേക്ക് വെള്ളം ഇരച്ചു കയറുക എന്നുള്ളത് പതിവാണ്. അതിലൊരു പുതുമയൊന്നുമില്ല. ലൈബ്രറിയിലേക്ക് വെള്ളം അങ്ങനെ ഇരച്ചു കയറാറില്ല. പക്ഷേ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് വളരെ വലിയൊരു വെള്ളക്കെട്ട് ഉണ്ടാകുന്നത് പതിവാണ്. അപ്പം പാർക്കിങ്ങിലേക്ക് ചെറുതായിട്ട് വെള്ളം വരികയും അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ രീതിയിൽ വെള്ളം ലൈബ്രറിയിലേക്ക് മുകളിൽ നിന്ന് ഇറ്റിറ്റ് വീഴുകയും ചെയ്യാറുണ്ട്. അങ്ങനെ ചെറിയ രീതിയിലുള്ള വെള്ളം വരാറുണ്ട്. പക്ഷേ അന്നുണ്ടായത് വളരെ വലിയൊരു വെള്ളക്കെട്ട് ഉണ്ടാവുകയും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഗേറ്റ് തകരുകയും ചെയ്തു. ഈ ഗേറ്റ് തകർന്നപ്പോഴാണ് അത്രയും നേരം അവിടെ തങ്ങി നിന്നിരുന്ന ഏതാണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മതിലിൻ്റെ അത്രയും പൊക്കമുണ്ടായിരുന്ന അത്രയും വെള്ളം ഒറ്റയടിക്ക് ഒരു ഡാം, നമ്മുടെ ഒരു സുഹൃത്ത് ലൈബ്രറിയിൽ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞത് ഒരു ഡാം തുറന്നു വിട്ട പോലെയാണ് വെള്ളം വന്നതെന്നാണ്. അപ്പം
ഏതാണ്ട് അത്ര ഫോഴ്സിൽ ഏതാണ്ട് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ട് തന്നെ ബേസ്മെൻറ്റ് പൂർണ്ണമായും നിറയുന്ന രീതിയിൽ ലൈബ്രറിയിൽ വെള്ളക്കെട്ട് വരികയായിരുന്നു. അന്നത്തെ ദിവസം നമ്മൾ അറിയുന്നത് ഒരു 7 മണി 7:30 സമയമാണ്. ഒരു 7:30 മുതൽ പുലർച്ചെ ഒരു 3 മണി വരെ ഞങ്ങൾ സ്ഥലത്തുണ്ടായിരുന്നു, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വാതിലുണ്ടായിരുന്നു. 3 മണി സമയം ആയിട്ട് പോലും പൂർണ്ണമായും വെള്ളം 4 പമ്പ് ഉപയോഗിച്ചിട്ട് പോലും നമുക്ക് പമ്പ് ചെയ്ത് കളയാൻ പറ്റാത്ത അത്ര രീതിയിലുള്ള വെള്ളം ഉണ്ടായിരുന്നു അവിടെ. ആ സമയത്ത് എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു ഈ റൂമിൽ? അന്ന് ലൈബ്രറിയിൽ ഉണ്ടായിരുന്ന നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞത് ഏതാണ്ട് 40ഓളം കുട്ടികളായിരുന്നു അന്ന് ലൈബ്രറിയിൽ ഉണ്ടായിരുന്നത്. ആ സമയത്ത് വെള്ളം വരാൻ സാധാരണ 7 മണി വരെയാണ് ലൈബ്രറി പ്രവർത്തിക്കാറ്. 6:30 ആകുമ്പോഴത്തേനും ലൈബ്രറിയുടെ കസ്റ്റോഡിയൻ കുട്ടികളോട് നോട്ടിഫൈ ചെയ്യും നിങ്ങൾ ബുക്കുകളും ഗാഡ്ജറ്റ്സും എടുത്ത് വെക്കാൻ. കുട്ടികൾ 1/2 മണിക്കൂർ ഇരുന്ന് 7 മണിയാകുമ്പോൾ പോവുകയാണ് പതിവ്. അങ്ങനെ അന്നത്തെ ദിവസം ഒരു 6:30 ആയപ്പം പതിവ് പോലെ കസ്റ്റോഡിയൻ ഇത് പറഞ്ഞ് അദ്ദേഹം മാറുകയും സെക്യൂരിറ്റി ഓഫീസേഴ്സ് വളരെ പരിഭ്രാന്തരായി ഓടി വന്ന് കുട്ടികളോട് നിങ്ങൾ പെട്ടെന്ന് ഇറങ്ങണം, വെള്ളം ഇരച്ച് വരുന്നു എന്ന് പറയുകയായിരുന്നു. അപ്പം ലൈബ്രറി വളരെ വിസ്തീർണമുള്ള വളരെ വലിയ ഒരു ഹോളാണ്. അപ്പം ഫ്രണ്ടിലിരുന്ന കുട്ടികളൊക്കെ പെട്ടെന്ന് തന്നെ ഓടി രക്ഷപ്പെടാൻ അവർക്ക് സാധിച്ചു. പക്ഷേ കുട്ടികൾക്ക് രക്ഷപ്പെടാൻ ഉള്ള ആ സമയം അത്രയും സമയം ഉണ്ടായിരുന്നില്ല. അതിനു മുമ്പ് തന്നെ വെള്ളം ഇരച്ചെത്തുകയായിരുന്നു. അപ്പം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അധ്യാപകരും അതുപോലെ തന്നെ നമ്മുടെ സെക്യൂരിറ്റി ഓഫീസേഴ്സിൻ്റെ സംയോജിതമായ ഇടപെടലാണ് അവർ ഇലക്ട്രിസിറ്റി ഓഫ് ചെയ്തു. അതുകൊണ്ട് കൂടി കുറേ പേരെ രക്ഷിക്കാൻ പറ്റി. അതിൽ അവസാനം ബാക്കിലായിരുന്നു എന്നാണ് നമ്മൾ അറിഞ്ഞത്. ബാക്കിലുണ്ടായിരുന്ന 3 പേരാണ്, അവർക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല. അതിൽ ഉത്തർപ്രദേശ് സ്വദേശിനിയായ ശ്രേയ എൻ്റെ ക്ലാസ്മേറ്റാണ്, ഞങ്ങൾ ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ശ്രേയയ്ക്ക് അവധിയായിരുന്നു, ശ്രേയ അന്ന് പഠിക്കാനായിട്ട് വന്നതായിരുന്നു. അങ്ങനെ അതിനകത്ത് അവിടെ അകപ്പെട്ടു പോവുകയായിരുന്നു. ശ്രേയം ഈ 3 മാസം ആയിട്ടേ ഉള്ളോ കോച്ചിങ് തുടങ്ങിയിട്ട്? അതെ, ശ്രേയയും ഞാനും ഒക്കെ ഒരേ ബാച്ചാണ്, ഞങ്ങൾ ഒരേ ക്ലാസ്സാണ്. ഞങ്ങൾക്കെല്ലാം ഏപ്രിൽ 14-15 ഞങ്ങളുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തത്. അതെ, ഇപ്പോൾ ഇതിൽ ഈ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മഴ തുടങ്ങി, കനത്ത മഴയാണ്, മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അരയ്ക്ക് മീതെ വെള്ളം പൊങ്ങി എന്നാണ്. അപ്പോൾ പരിഭ്രാന്തരാകുന്നു കുട്ടികൾ. അതിനുശേഷം അവർ മുകളിലേക്ക് ഓടിക്കയറാൻ ശ്രമിക്കുന്നു, മുറി മുങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ കഴിയുന്നതും താങ്കൾ പറഞ്ഞതുപോലെ വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്താനൊക്കെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരൊക്കെ പരിശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ വിദ്യാർത്ഥികൾ സ്വയം ഓടി രക്ഷപ്പെടുന്നു, മറ്റുള്ളവരെ രക്ഷിക്കാൻ കഴിയുന്നു. പക്ഷെ അപ്പോഴും ഈ 3 വിദ്യാർത്ഥികളെ കാണാതായിട്ടുണ്ട് എന്നതൊക്കെ അറിഞ്ഞതും വളരെ വൈകിയാണോ? ഏതാണ്ട് ഒരു 8 മണി 8:30 സമയമായപ്പോൾ തന്നെ ഫയർഫോഴ്സിൻ്റെ 3 വലിയ വാനുകളും NDRFിൻ്റെ 2 ബസ്സുകളും അവിടെ ഉണ്ടായിരുന്നു. ഒരു 8:30 8:45 സമയമായപ്പോൾ തന്നെ ഫയർഫോഴ്സിൻ്റെ 1-2 ഉദ്യോഗസ്ഥർ അവിടെ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു 3 കുട്ടികൾ മുങ്ങി, അവരുടെ മരണവാർത്തയാണ് പുറത്തു വരുന്നത് എന്നുള്ള രീതിയിലൊരു 8:30 8:45 8:30 9 മണിക്കും ഇടയ്ക്കായിട്ട് തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു. അതെ, ഇതിൽ രക്ഷാപ്രവർത്തനം തുടങ്ങാൻ വൈകി എന്നൊരു ആരോപണമുണ്ടോ നിങ്ങൾക്ക്? അതായത് എനിക്കൊന്നും അവർക്കും അങ്ങോട്ടേക്ക് എത്തി ഒന്നും ചെയ്യാൻ കഴിയുന്നൊരു സാഹചര്യം ആയിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു വൈകി എന്നൊരു ആരോപണമുണ്ടോ? അന്നത്തെ ദിവസം അതായത് 6:40 ഈ അപകടം ഉണ്ടാകുന്നത്, മഴ അതിനു മുൻപ് തുടങ്ങി, പക്ഷേ അപകടം ഉണ്ടാകുന്നത് ഒരു 6:30 മണിക്ക് ശേഷമാണ്. അപ്പോഴും 2 മണിക്കൂർ വൈകിയ ഒരു 9 മണിയോടെയൊക്കെയാണ് അങ്ങോട്ടേക്ക് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് എന്ന തരത്തിലേക്ക് ഇപ്പോൾ ഈ പ്രതിഷേധിക്കുന്നവരിൽ ചില വിദ്യാർത്ഥികൾ പറഞ്ഞൊരു കാര്യം കൂടിയാണത്. ഈ ബേസ്മെൻറ്റിലുണ്ടായിരുന്ന ടോയ്ലറ്റിനകത്തു നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങിയായിരുന്നു, നമ്മുടെ ഡ്രെയിനേജ് പൈപ്പ് ലീക്കായിട്ട്. അപ്പം ബേസ്മെൻറ്റിലുണ്ടായിരുന്ന വെള്ളം ഏതാണ്ട് പൂർണ്ണമായും കറുത്ത നിറത്തിലായിരുന്നു ഏതാണ്ട് ആ ഒരു സമയത്ത് വരുന്നത്. അപ്പം അവിടെ ഉണ്ടായിരുന്ന അന്ന് രാത്രിയിൽ നമ്മൾ അവിടെ നിന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് NDRF സംഘത്തിന് ഡൈവ് ചെയ്യാൻ പറ്റില്ല, കാര്യം പൂർണ്ണമായും കറുത്ത നിറത്തിലുള്ള ഒരു വെള്ളത്തിലേക്ക് ഡൈവ് ചെയ്ത് അവർക്കൊന്നും കാണാൻ സാധിക്കുകയില്ല. അപ്പം വെള്ളം കുറച്ചെങ്കിലും വറ്റിക്കാതെ അവർക്ക് ഇറങ്ങാൻ സാധിക്കില്ല എന്നാണ് അന്ന് രാത്രിയിൽ നമ്മളവിടെ നിന്നപ്പോൾ NDRF സംഘവും പോലീസ് ഉദ്യോഗസ്ഥരും നമ്മളോട് പറഞ്ഞിരുന്നത്. അതെ, അതായത് ഇപ്പോൾ ഞാനിത് വായിച്ചറിഞ്ഞത് ഇങ്ങനെയാണ്: 10 മിനിറ്റിനുള്ളിൽ ഭൂഗർഭനില നിറയുന്നു, മുറിയിലെ പാർക്കിംഗ് മേഖലയും നിറഞ്ഞു, കാഴ്ച മുടക്കി. ഇതിനെ തുടർന്ന് ഇതൊക്കെ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി. കസേരയും മേശയും വെള്ളത്തിൽ ഒഴുകി നടക്കുന്നു.
ചെളി വെള്ളം, താങ്കൾ പറഞ്ഞതുപോലെ കറുത്ത നിറത്തിലുള്ള വെള്ളം, അതുകൊണ്ട് അതിലൂടെ നടക്കാൻ കഴിയാത്ത സ്ഥിതി. ഈ ഇതെല്ലാം തറനിരപ്പിനടിയിലെ മുറിയിൽ കുടുങ്ങിയവരെ കണ്ടെത്തുന്നതിന് തടസ്സമായി എന്നതാണ്. പമ്പ് ഉപയോഗിച്ച് വെള്ളം കളയാൻ നോക്കി, പക്ഷേ അത് തിരികെ ഭൂഗർഭനിലയിലേക്ക് ഒഴുകി എത്തുകയാണ്. അപ്പോൾ പിന്നീട് മഴ കുറഞ്ഞതിന് ശേഷം മാത്രമേ ശരിയായ രീതിയിൽ തെരച്ചിൽ നടത്താൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഫയർഫോഴ്സ് പോലും വ്യക്തമാക്കിയിട്ടുള്ളത്. ഇവിടെ എനിക്ക് സംശയമുള്ളത്, ഇതിനു മുൻപും ഈ തരത്തിലേക്ക് ഇപ്പം നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടാകില്ലേ, ഉണ്ടാകേണ്ടതല്ലേ? കാരണം ഇങ്ങനെ ഈ ബേസ്മെൻറ്റിൽ ഇത്തരത്തിലേക്ക് ഒരു ഫെസിലിറ്റി, ലൈബ്രറി തുടങ്ങി വച്ചിരിക്കുന്നത് ബേസ്മെൻറ്റിലാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അസ്വാഭാവികതയൊന്നും തോന്നിയിട്ടില്ലേ ആദിത്യൻ? ഈ ഓൾഡ് രാജേന്ദ്ര നഗറിലുള്ള ഒട്ടുമിക്ക 90% ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെയും ലൈബ്രറികൾ പ്രവർത്തിക്കുന്നത് ബേസ്മെൻറ്റിൽ തന്നെയാണ്. പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പ്രവർത്തിക്കുന്നതും ബേസ്മെൻറ്റുകളിൽ തന്നെയാണ്. അപ്പം നമ്മൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെന്ന് നോക്കിയാലും ബേസ്മെൻറ്റിൽ തന്നെയാണ് ലൈബ്രറി പ്രവർത്തിക്കാറ്. അപ്പോൾ ഇതിനു മുമ്പും പലപ്പോഴും വെള്ളക്കെട്ടുണ്ടാകുമ്പോൾ റെസിഡൻസിലെ അവിടെ താമസിക്കുന്ന ആൾക്കാരെ മുനിസിപ്പാലിറ്റിയിൽ പലപ്പോഴും കംപ്ലയിൻറ്റ് ചെയ്തിട്ടുള്ളതാണ്. അവിടുന്ന് യാതൊരു വിധത്തിലുള്ള പ്രതികരണങ്ങളും ക്ലീനിങ് ആക്ട് മഴക്കാലപൂർവ്വ ശുചീകരണവും ഒന്നും നടന്നിട്ടില്ല. മഴക്കാലപൂർവ്വ ശുചീകരണം നടക്കാഞ്ഞത് തന്നെയാണ് വെള്ളക്കെട്ട് ഇത്രയും രൂക്ഷമാകാനുള്ള ഒരു കാരണവുമായത്. അതെ, അതിൽ പല പ്രശ്നങ്ങളാണ്. ഒന്നിപ്പോൾ ഇതിൽ ഈ അനധികൃതമായി ബേസ്മെന്റിൽ ലൈബ്രറി സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് അത് ഗുരുതരമായ ചട്ടലംഘനമാണ്. കൂടാതെ അവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റം പ്രോപ്പർ അല്ല എന്നുള്ളത്, ഇങ്ങനെ പല പ്രശ്നങ്ങളെല്ലാം കൂടിയാണ് ഇപ്പോൾ ഇതിൽ ഈ 3 കുട്ടികളുടെ ജീവനാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ജീവൻ നഷ്ടപ്പെടുന്ന കഥകൾ ഇങ്ങനെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദിത്യനിലേക്ക് എത്താം. ശ്രീ തങ്കരാജൻ, താങ്കൾ നെവിൽ ഡാൽവിൻ്റെ ബന്ധുവാണ്. അവസാനമായിട്ട് ഈ നെവിനെ കണ്ടത് എപ്പോഴാണ്? വലിയ പ്രതീക്ഷയോടെയൊക്കെയാണ് നെവിൻ അങ്ങോട്ടേക്ക് പോയത് എന്നെനിക്കറിയാം. ഞാൻ വായിച്ചത് ഒരുപാട് പഠനത്തിൽ മികവ് പുലർത്തിയിട്ടുണ്ട്, പഠിച്ചതൊക്കെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ്. അങ്ങനെ ഇപ്പോൾ PhD ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു JNUവിൽ. അതിൽ വീക്കെൻഡിലാണ് അദ്ദേഹം ഈ IAS അക്കാഡമിയിൽ എത്തിയിരുന്നത് എന്നതാണ്. അപ്പോൾ അങ്ങനെ നിശ്ചയദാർഢ്യത്തോടെ തൻ്റെ ലക്ഷ്യത്തിലേക്ക് പോകുന്ന ഒരു വിദ്യാർത്ഥി കൂടിയായിരുന്നു നെവിൻ. അതെ, അത് നമ്മുടെ കുടുംബത്തിന് മാത്രമല്ല രാജ്യത്തിന് വരെ ഒരു നല്ലൊരു ടാലൻ്റുള്ള ഒരു കുട്ടിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് ഈ അനാസ്ഥ, ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണോ ഭരണകൂടത്തിൻ്റെ അനാസ്ഥയാണോ? ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അടുത്തൊരു സംഭവം ഉണ്ടാകാതെ ഇരിക്കാനുള്ള നടപടി ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു വിദ്യാർത്ഥി പറഞ്ഞു 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് അവിടെ വെള്ളം കയറിയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അവിടെ ആരാ ഇതിന് നടപടി എടുക്കേണ്ടത്? ഈ രക്ഷകർത്താക്കൾ എന്ത് വിശ്വസിച്ചൊരു വിദ്യാർത്ഥി, ഇത്രയുമുള്ള ടാലൻ്റുള്ള കുട്ടികളെ ഇങ്ങനെ ഉന്നത വിദ്യാഭ്യാസത്തിന് ഇങ്ങനെ നമ്മുടെ രാജ്യത്ത് പറഞ്ഞയക്കും? ആര് പറയണം? ആരാ കുറ്റം? ഇത് വിദ്യാർത്ഥികളെ ഇങ്ങനെ എന്ത് വിശ്വാസത്തിൽ പറഞ്ഞു വിടും? ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. 3 കുട്ടികൾ നല്ല ടാലൻ്റുള്ള, ഇന്ത്യ രാജ്യത്തിന് നല്ല ഭരണ നൈപുണ്യം കാഴ്ചവെക്കേണ്ട ഈ രാജ്യത്തെ മൂന്നാം രാജ്യമായി ഇന്ത്യ വളരാനാണ് നമ്മുടെ ഭരണകൂടം പറയുന്നത്. അങ്ങനെ അതിന് നല്ലൊരു സഹായം ചെയ്യേണ്ട ഇതേപോലുള്ള ഈ വിദ്യാർത്ഥികളെ ഇങ്ങനെ ഈ കൊലപാതകം ചെയ്ത് കളയുമ്പോഴത്തേക്ക് ഈ കുടുംബത്തിനുണ്ടാകുന്ന വേദന, നാട്ടിനുണ്ടാകുന്ന വേദന, ഈ രാജ്യത്ത് ഇതിന് സമാധാനം പറയും? കുറച്ച് നഷ്ടപരിഹാരം കിട്ടി, അല്ലെങ്കിൽ കുറച്ച് പേരെ ശിക്ഷിച്ചു, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്തു. ഇതൊക്കെ നമ്മൾ കാലാകാലങ്ങളിൽ കാണുന്ന വാർത്തകളിൽ കാണുന്നുണ്ട്. നിങ്ങളൊക്കെ ഇതിപ്പോൾ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ നടപടി ഉണ്ടാകുന്നത്. ഇത് വളരെ വേദനാജനകമാണ്. അതെ, ഇതിപ്പോൾ എന്തുകൊണ്ടാണ് ഈ റൗസ് IAS സ്റ്റഡി സർക്കിൾ തിരഞ്ഞെടുത്തതെന്ന് താങ്കൾക്കറിയാമോ? അതിൻ്റെ ഒരു പാരമ്പര്യവും പഴമയും ഇതൊക്കെ തന്നെ ആകാം അല്ലേ? താങ്കൾക്ക് അതിനെക്കുറിച്ച് അറിയാമോ എന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ട് അത് ഓപ്റ്റ് ചെയ്തു? ഞാൻ അന്വേഷിച്ചപ്പോൾ 50 വർഷം പഴക്കമുള്ള ഒരു സ്ഥാപനം എന്നാണ് ഞങ്ങളിപ്പോൾ അറിഞ്ഞത്. അന്വേഷിച്ചപ്പോൾ 50 അല്ല, 1953 തുടങ്ങി, അതായത് 71 വർഷം പറഞ്ഞിട്ട്. അപ്പോൾ അത്രയും ഇതുള്ള ഒരു സ്ഥാപനം അവിടെ നടന്നു പോകുമ്പോൾ ആരും അറിഞ്ഞില്ല ഇങ്ങനെ ഒരു ഇതുണ്ടായി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പല സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളാണ് അവിടെ ചേരുന്നത്. ഇന്നത്തെ നിങ്ങൾക്കറിയാമായിരിക്കും, ഇന്നത്തെ മനോരമയിലൊരു ഇതിനെക്കുറിച്ചുള്ളൊരു ഫീച്ചർ, അതെനിക്കിപ്പോൾ പറയാൻ ഒക്കില്ല, പറഞ്ഞാൽ തീരത്തില്ല. അവൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം വളരെ ടാലൻ്റ്, ഞങ്ങളെ കുടുംബത്തിൽ ഇത്രയും ഒരു
താങ്കളുടെ ആ വിഷമം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ താങ്കളിലേക്ക് എത്താം. ആദിത്യൻ, ഇപ്പോൾ എനിക്ക് ആദിത്യനോട് ചോദിക്കാനുള്ള, എന്തുകൊണ്ടാണ് ആദിത്യൻ ഈ ഡൽഹിയിൽ പോയി റാവൂസ് IAS സ്റ്റഡി സർക്കിൾ തിരഞ്ഞെടുത്തത്? ഈ പറയുന്ന അതിൻ്റെ ഒരു പാരമ്പര്യം, അവിടെ നിന്ന് ഒട്ടേറെ കുട്ടികൾ ഈ പഠിച്ച് ജയിച്ച് അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണോ നിങ്ങളുടെ അങ്ങോട്ടേക്ക് എത്തിച്ചേരാനുള്ള പ്രേരണ ഘടകം ആയി മാറിയത്? റാവൂസ് IAS സ്റ്റഡി സർക്കിൾ വളരെ കാലം തൊട്ട് തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പം ഡിഗ്രിക്ക് ശേഷം റാവൂസിൽ വന്ന് പഠിക്കണം എന്നുള്ളത് വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ എടുത്ത തീരുമാനമാണ്. ഞാൻ ഡിഗ്രി കാലഘട്ടത്തിന് ശേഷം അച്ഛനും അമ്മയുമായിട്ട് ഇവിടെ വരികയും ഇൻസ്റ്റിറ്റ്യൂട്ട് കയറി കാണുകയും ഒക്കെ ചെയ്തു. ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ അത്യാധുനിക സൗകര്യങ്ങളും വളരെ മികച്ച ടീച്ചർമാരും വളരെ നൂതനമായിട്ടുള്ള ടെക്നോളജികളും എല്ലാമാണ് ഉപയോഗിക്കുന്നത്. ടീച്ചർമാരും എല്ലാം വളരെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരുമാണ്. വളരെ സ്പേഷ്യസ് ആയിട്ട് ക്ലാസ് റൂംസും എല്ലാമാണ്. അതുകൊണ്ടാണ് നമ്മൾ റാവൂസ് തിരഞ്ഞെടുത്തത്. അതുപോലെ തന്നെ ബാച്ചിൻ്റെ സൈസ് മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒരു ക്ലാസ്സിൽ 300-350 പിള്ളേർ വരുമ്പോൾ റാവൂസ് ഒരു ക്ലാസ്സിൽ 70-80 ഇടയിൽ കുട്ടികളാണ് ഒരു ക്ലാസ്സിൽ വരുന്നത്. അങ്ങനെയുള്ള പല ഫാക്ടേഴ്സും കൺസിഡർ ചെയ്താണ് നമ്മൾ റാവൂസ് എടുക്കുന്നത്. പിന്നെ ഇപ്പോൾ ഈ പറയുന്നത് പോലെ, ഇപ്പോൾ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ, ഇപ്പോൾ ബേസ്മെന്റിൽ ഇങ്ങനെയൊക്കെ ഒരു സജ്ജീകരണം ഉണ്ട് എന്നുള്ളത് അവിടെ ഇത് വലിയ കാര്യമല്ല. കാരണം ഈ പറയുന്ന രാജേന്ദ്ര നഗറിലും മുഖർജി നഗർ അല്ലേ, രജീന്ദ്ര നഗറാണെന്ന് തോന്നുന്നു. രാജേന്ദ്ര നഗറാണോ രജീന്ദ്ര നഗറാണോ? ഈ രണ്ട് ഏതാണ്? ഓൾഡ് രാജേന്ദ്ര നഗർ. ഓക്കെ. അപ്പോൾ ഈ പ്രദേശങ്ങളിലൊക്കെ ധാരാളം ഇത്തരത്തിലേക്കുള്ള IAS കോച്ചിങ് സെന്റേഴ്സ് ഉണ്ട്. അതെല്ലാം പ്രവർത്തിക്കുന്നതും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിലൊന്നും പ്രത്യേകിച്ചൊരു എന്തെങ്കിലും അസ്വാഭാവികതയുള്ളതായി തോന്നിയിട്ടുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദിത്യൻ, അങ്ങനെയാണോ അത്? നമ്മൾ ലൈബ്രറികൾ നോക്കുകയാണെങ്കിൽ പല പ്രൈവറ്റ് ലൈബ്രറികളും നടക്കുന്നത് വീടുകളുടെ പോലും ബേസ്മെൻറ്റുകളിലാണ്. റാവൂസിൻ്റെ ലൈബ്രറിയുടെ പകുതി പോലും വലിപ്പമില്ലാത്ത ഇതിലും ഇടുങ്ങിയ ലൈബ്രറികളാണ് പലയിടത്തും ഉള്ളത്. അതുപോലെ തന്നെ റാവൂസിൻ്റെ ചുറ്റുമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും നമ്മൾ നോക്കിയാലും ലൈബ്രറികൾ ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്, ബേസ്മെൻറ്റുകൾ തന്നെയാണ്. അപ്പം ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ പോയാലും ലൈബ്രറി ബേസ്മെൻറ്റ് തന്നെയാണ് എന്നുള്ളതാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞത് നമ്മൾ അഡ്മിഷൻ എടുക്കാനൊക്കെ ചെല്ലുമ്പോൾ. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നം, ഇപ്പോൾ മഴ പെയ്യുമ്പോൾ ഈ തരത്തിലേക്കുള്ള പ്രശ്നങ്ങൾ, അത് ഡ്രെയിനേജ് സിസ്റ്റം ശരിയല്ല എന്നുള്ളതും ഇത്തരം കാര്യങ്ങളൊക്കെ എപ്പോഴെങ്കിലും നിങ്ങൾ അവിടുത്തെ അധികൃതരുമായി സംസാരിച്ചിട്ടുണ്ടോ? ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായും അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാതിയിലേക്ക് പോകുന്ന അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് എപ്പോഴെങ്കിലും എത്തിയിട്ടുണ്ടോ? മുൻപ് എപ്പോഴെങ്കിലും ഈ തരത്തിലേക്ക് കുറച്ചുകൂടി ഇതിനേക്കാൾ ഇത്രയും കാഠിന്യമില്ലെങ്കിൽ പോലും കുറച്ചുകൂടി ഇതുപോലെ ഈ തരത്തിലേക്കൊക്കെ വരുന്ന പോലെ അവിടുത്തെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്കൊക്കെ എന്തെങ്കിലും അപകടങ്ങളോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ അവിടെ? അപകടം നമ്മുടെ ഈ ഇൻസിഡൻറ്റ് നടക്കുന്നതിന് ഒരു 3 ദിവസം മുമ്പായിരുന്നു. അത് ഓൾഡ് രാജേന്ദ്ര നഗറിലല്ല, നമ്മുടെ ഓൾഡ് രാജേന്ദ്ര നഗറിൽ നിന്ന് 2 മെട്രോ സ്റ്റേഷൻ അപ്പുറേ പട്ടേൽ നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതുപോലെ തന്നെ UPSC ആസ്പിറൻ്റ് ആയിട്ടുള്ള നീലേഷ് എന്ന് പറയുന്ന വിദ്യാർത്ഥി, അദ്ദേഹം UPSCയുടെ പ്രിലിംസ് ക്ലിയർ ചെയ്തിട്ട് മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയായിരുന്നു എന്നാണ് അറിഞ്ഞത്. അദ്ദേഹം ഒരു ലൈബ്രറിയിൽ നിന്ന് പഠനം കഴിഞ്ഞ് തിരിച്ച് അദ്ദേഹത്തിൻ്റെ ഹോസ്റ്റലിലേക്ക് PGയിലേക്ക് തിരിച്ച് നടക്കുന്ന വഴി അന്നും ശക്തമായ മഴയായിരുന്നു. മഴ പെയ്ത് റോഡ് മുഴുവൻ വെള്ളക്കെട്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം റോഡ് സൈഡിൽ കൂടെ നടന്ന് ക്രോസ് ചെയ്യാനായിട്ട് പോവുകയായിരുന്നു. അപ്പം അദ്ദേഹം സപ്പോർട്ടിനായിട്ട് സൈഡിലുണ്ടായിരുന്ന ഒരു ഇരുമ്പ് ഗേറ്റിലാണ് അദ്ദേഹം സപ്പോർട്ടിന് വേണ്ടി പിടിച്ചത്. ആ സമയം ഒരു ലൈൻ കമ്പി പൊട്ടി വീണ് ഈ ഇരുമ്പ് ഗേറ്റിലാണ് കിടന്നിരുന്നത്. ആ ഇരുമ്പ് ഗേറ്റിൽ നിന്ന് ഷോക്ക് അടിക്കുകയും അദ്ദേഹം ആർക്കും സഹായിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായിപ്പോയി. ഇദ്ദേഹം ഷോക്ക് അടിക്കുകയും ഇരുമ്പ് ഗേറ്റിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഇദ്ദേഹം ആ വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു. അവസാനം ഫയർഫോഴ്സ് എത്തിയിട്ടാണ് മൃതദേഹം പോലും എടുക്കാൻ സാധിച്ചത്. അങ്ങനൊരു സംഭവം ഒരു 3-4 ദിവസം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. അതല്ലാതെ ഈ കനത്ത മഴ തലസ്ഥാനത്ത് ഉണ്ടാകുമ്പോഴൊക്കെ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ അങ്ങോട്ടേക്ക് വെള്ളം ഇരച്ചു കയറുന്ന തരത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല. ഇല്ല, അങ്ങോട്ടേക്ക് വെള്ളം ഇരച്ചു കയറുന്ന തരത്തിൽ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ വെള്ളക്കെട്ട് ഉണ്ടാകുമ്പോൾ നിരവധി തവണ ഇവിടുത്തെ റെസിഡൻസിൻ്റെ ആൾക്കാർ മുനിസിപ്പാലിറ്റിക്ക് അനവധി തവണ കംപ്ലയിൻറ്റ് കൊടുത്തിരുന്നു എന്നാണ് നമ്മൾ പലപ്പോഴും പറയുമ്പോഴും നമ്മൾ അറിഞ്ഞത്. കംപ്ലയിൻറ്റ് കൊടുത്തിട്ടും അതിനകത്തൊരു ആക്ഷനോ ക്ലീനിങ്ങോ ഒന്നും നടന്നിട്ടില്ല എന്നാണ് നമ്മുടെ
ഈ ചുറ്റോട് താമസിക്കുന്നവരും നമ്മോട് പറഞ്ഞത്. അതെ, ഇപ്പോൾ ഈ വി വാണ്ട് ജസ്റ്റിസ് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. അതങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവത്തെ തുടർന്നാണോ ആ ഒരു പ്രതിഷേധത്തിലേക്ക് നിങ്ങൾ കടന്നിരിക്കുന്നത്, ആദിത്യൻ? ഇപ്പോൾ നമുക്ക് പ്രധാനമായും നമ്മുടെ എത്ര സുഹൃത്തുക്കളാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നതെന്നുള്ള വിവരം നമ്മളെ കൃത്യമായി അറിയിക്കുകയും അതിന് കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുകയും മുന്നോട്ട് ഇതുപോലെയുള്ള കാഷ്വാലിറ്റീസ് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യമായി മുന്നിൽ നിൽക്കുന്നത്. മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവന് സുരക്ഷ ഉറപ്പാക്കുക. അതിലിപ്പോൾ ഒരു ആൾ കൂടി മരിച്ചിട്ടുണ്ട് എന്ന് വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. അതിൻ്റെ വസ്തുത എന്താണ്? ആദ്യത്തിന് കേൾക്കാമോ? അതായത് ഇപ്പോൾ ഇന്ന് പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾ പറയുന്ന ഒരു മരണം കൂടി ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ മരിച്ച എത്ര പേരാണ് എന്നത് പോലും കൃത്യമായി അധികൃതർ പറയുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വസ്തുത ആദ്യത്തിന് അറിയാമോ? ഞാനൊരു ഇടവേള എടുക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. തിരികെ ന്യൂസ് ഈവനിങ് ചർച്ചയിലേക്ക്. ശ്രീ തങ്കരാജൻ, ഇതിലിപ്പോൾ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊക്കെ വീട്ടുകാരെ അറിയിച്ചിട്ടില്ല എന്നുള്ളത്, അതായത് അച്ഛനും അമ്മയൊന്നും അറിയുന്നില്ല ഇങ്ങനൊരു അപകടം ഉണ്ടായിട്ടുണ്ട്. പിറ്റേ ദിവസം ആണ് അവർ ഇങ്ങനൊരു സംഭവം അറിയുന്നത്. അതെ 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 എന്ത് അനാസ്ഥയാണ്! ഇത്രയും ദൂരം ഇത് അവർക്ക് അറിയിക്കേണ്ട ഒരു ഇതില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന്. അമ്മയാണെങ്കിൽ കിടപ്പിലായി, അച്ഛനാണെങ്കിൽ അസുഖം ഇതായി നിൽക്കുക. തീരെ അവരൊക്കെ എന്തോ ഞങ്ങൾക്ക് എന്തോ പറയാമെന്ന് അറിഞ്ഞൂടാ. നാളെ ഇനിയിപ്പോൾ ഇന്ന് അവിടെ നിന്ന് 8:30-ക്കുള്ള ഫ്ലൈറ്റിൽ തിരിക്കുകയാണ്. എന്തെല്ലാം ഇതൊക്കെ കൂടി ആഗ്രഹങ്ങളോട് പഠിക്കാൻ പോയ ഒരു പയ്യനാണ്. 7 വർഷം കൊണ്ട് ഡൽഹിയിൽ പഠിച്ചുകൊണ്ടിരുന്ന അവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയാം. ഇപ്പോൾ പറയാൻ വാക്കുകൾ ഞങ്ങൾക്ക് കിട്ടുന്നില്ല, സത്യം പറയാം. ആ അവസ്ഥയിലാണ് ഞങ്ങളെല്ലാവരും. നിങ്ങൾ ചാനലുകാർ ഇങ്ങനെ ഇതൊക്കെ മാധ്യമങ്ങളിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു അവിടെ എന്തെങ്കിലുമൊക്കെ നടപടി എടുക്കുന്നത്. ഭരണകൂടത്തിനൊന്നും ഇത് കഴിയുമ്പോൾ വേറൊരു ഇത് വരും. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ അങ്ങ് പോകും. 5 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതൊന്നും ആരും അറിയാം. പഴയതുപോലെ തന്നെ ഇവരെ ഇഷ്ടം പോലെ കുട്ടികളെ ഇത് ചെയ്ത് കോച്ചിങ് ക്ലാസ് സെൻ്റർ എന്നും പറഞ്ഞിട്ടൊക്കെ വെച്ചു. ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കാന്ന് പറഞ്ഞാൽ സിനിമാ പ്രേമിയായിരുന്നു നെവിൻ അല്ലേ? അതായത് ഇപ്പോൾ JNUവിൽ വിഷ്വൽ ആർട്സിലാണ് PhD ചെയ്തുകൊണ്ടിരുന്നത്. 2017 വരെ ഇന്റർനെറ്റ് മൂവി ഡേറ്റാബേസിൽ ഫിലിം ക്രിട്ടിക് ആയിരുന്നു. അങ്ങനെ പല താല്പര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കുട്ടി കൂടിയായിരുന്നു. അതെ അതെ വളരെ സൗമ്യനും മര്യാദയുള്ള ഒരു വിദ്യാർത്ഥിയാണ്. ആർക്കും ഇതുവരെ എൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നോ നാട്ടിൽ നിന്നോ ഒരു മോശമായിട്ടുള്ള ഒരു അഭിപ്രായങ്ങളൊന്നും ഇല്ലാത്ത, അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ വിഷമം. അപ്പോൾ ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഔദ്യോഗികമായി അവിടെ നിന്ന് ആരെങ്കിലും ബന്ധപ്പെട്ടോ? അതിനെക്കുറിച്ച് താങ്കൾക്ക് അറിയാമോ? കുടുംബവുമായി അത് ബന്ധപ്പെട്ട് അവരറിയുന്നത്, അവർ 28-ാം തീയതി ചർച്ചിലായിരുന്നു. ചർച്ചിൻ്റെ ഇത് കഴിഞ്ഞ് 10:30-ക്ക് 11 മണിക്ക് ശേഷമാണ് അവർ ഈ ന്യൂസ് അറിയുന്നത്. അതും വ്യക്തമായിട്ടൊന്നുമല്ല, ഇങ്ങനെ കാഷ്വാലിറ്റിയിലാണെന്നാണ് അറിയിച്ചത്. ആദ്യത്തെ അറിയിപ്പ് വന്നത് കാഷ്വാലിറ്റിയിലാണ്, നെവിൻ കാഷ്വാലിറ്റിയിലാണ് എന്നാണ് അറിഞ്ഞത്. പിന്നീട് ഈ മാധ്യമങ്ങൾ വഴിയാണ് ഞങ്ങൾ അറിഞ്ഞത് ഇങ്ങനെ ഇതായി മരണപ്പെട്ടു പോയി എന്നുള്ളത് അറിഞ്ഞത്. മാധ്യമങ്ങൾ മുഖാന്തരമാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. അത്ര വേദനയായിപ്പോയി. അതെ, നെവിൻ്റെ മൃതദേഹം ഏതാണ്ട് 1 മണിക്ക് ശേഷമോ മറ്റോ ആണ് അവിടെ നിന്ന് കണ്ടെത്തിയത് എന്നാണ് നമ്മൾ അറിഞ്ഞത്. അതായത് 3 പേരെ കാണാനില്ല എന്ന് തിരിച്ചറിഞ്ഞത് തന്നെ വളരെ വൈകിയാണ്. പിന്നീട് ഇത് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ അവരുടെ ഫോണിലേക്ക് വിളിക്കുന്നു, മറുപടിയില്ല. അതിനുശേഷം ആദ്യം 2 പെൺകുട്ടികളുടെ മൃതദേഹമാണ് കിട്ടുന്നത്. പിന്നീടാണ് വളരെ വൈകി 1 മണിക്ക് ശേഷം നെവിൻ്റെ മൃതദേഹം കിട്ടിയത്. അതിൽ ഈ രക്ഷാപ്രവർത്തനത്തിന് അവർ നേരിട്ട വെല്ലുവിളികൾ, അതൊക്കെയാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. അത് ശരിയാ. ഇത്രയും വലിയ രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ഇവിടെ അതാണ് അവസ്ഥയെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ എന്തായിരിക്കും ഒന്ന് ആലോചിച്ച്. ഇത്രയും രാജ്യത്തിൻ്റെ തലസ്ഥാനത്തും ഇതാണ് അവസ്ഥയെങ്കിൽ ഈ കുട്ടികളുടെ കാര്യം എന്തോ ഭാവിക്കും. വെറുതെ അല്ല കുട്ടികളെല്ലാം വിദേശത്തോട്ടങ്ങ് പോകുന്നത്. ഇതിപ്പോൾ ഈ PhD-യുടെ ഒരു അവസാന തീസിസ് സമർപ്പിക്കാനുള്ളൊരു
തിരക്കിൽ കൂടിയായിരുന്നോ നിവിൻ? അതെ, ഇതിന് അതിൻ്റെ ഇതിലായിരുന്നു. അതുകൊണ്ട് 2 ദിവസം കൊണ്ട് വിളിക്കാറുണ്ടായിരുന്നു. ഇനി 2 ദിവസത്തിന് മുമ്പാണെന്നോണം അവിടെ ജോയിൻ ചെയ്തതെന്ന് തോന്നുന്നു. എൻ്റെ അഭിപ്രായം വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ 25-ഓ 26-നോ കൊണ്ടാണെന്നാണ് അവിടെ ജോയിൻ ചെയ്തതെന്നാണ് അറിവ്, ഈവനിങ് ക്ലാസ്സിന് വേണ്ടിയിട്ട്. അത് വെള്ളിയാഴ്ചയാണ് എനിക്ക് തോന്നുന്നു കുടുംബാംഗങ്ങളെ സംസാരിക്കുന്നത്. ശനിയാഴ്ച തിരക്ക് മൂലം വിളിക്കുന്നില്ല. അപ്പോൾ താങ്കൾ തിരുവനന്തപുരത്ത് നിന്നാണ് ഇപ്പോൾ നമ്മളോട് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അവസാനമായിട്ട് അങ്ങോട്ടേക്കൊക്കെ നെവിൻ എത്തിയത് എപ്പോഴാണ്? അതിനെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് വ്യക്തമായിട്ട് പറയാൻ ഒക്കുന്നില്ല. ഞങ്ങൾ കുറച്ച് ഡിസ്റ്റൻസിലാണ് താമസിക്കുന്നത്. ഇവിടെ വന്നിട്ട് പോവും. എപ്പോഴാണ് വന്നതെന്ന് അറിയാമോ? ഇവിടെ വന്നിട്ട് ഓക്കെ ശരി. ആദ്യത്തിന് ഇപ്പോൾ ഇതിൽ വിദ്യാർത്ഥികൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരാൾ കൂടി മരിച്ചിട്ടുണ്ട് എന്നതാണ്. അങ്ങനെ മരിച്ച എത്ര പേരാണ് എന്നുള്ളതിൻ്റെ ഒരു കണക്ക് പോലും പുറത്ത് വിട്ടിട്ടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആരോപണം? ഇന്നത്തെ നമുക്ക് അങ്ങോട്ട് പ്രവേശനമില്ലായിരുന്നു. പോലീസ് ബാരിക്കേഡ് വെച്ച് അങ്ങോട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് അവിടെ നടന്ന സംഭവത്തെപ്പറ്റി നമുക്ക് പൂർണ്ണമായൊരു വ്യക്തതയില്ല. പോലീസ് പറഞ്ഞതനുസരിച്ച് നമുക്ക് 3 പേരാണ് നമ്മളെ മരണപ്പെട്ടതായിട്ട് അറിഞ്ഞത്. ബാക്കി ഇന്ന് അവിടെ നടക്കുന്നതിനകത്തൊന്നും നമുക്ക് ഒന്നും ഒരു ക്ലാരിറ്റി ഇല്ല. കാര്യം 2 സൈഡും പോലീസ് ബാരിക്കേഡ് വെച്ച് പുതിയതായിട്ട് അങ്ങോട്ട് ആരെയും കരുത്ത് വിടുന്നില്ല. അതുകൊണ്ട് ഇന്നിപ്പം നടക്കുന്നതിൽ നമുക്ക് പൂർണ്ണമായൊരു വ്യക്തതയില്ല. അതെ, നമുക്കൊപ്പം ഈ ചർച്ചയിൽ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ കൂടി പങ്കെടുക്കുന്നുണ്ട് തത്സമയം. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഇപ്പോൾ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ സിവിൽ സർവീസ് കോച്ചിങ് നടത്തുന്ന സ്ഥലങ്ങളാണ് ഈ കാരോൾ ബാഗ്, അതുപോലെ മുഖർജി നഗർ, ഓൾഡ് രജീന്ദർ നഗർ. താങ്കൾക്ക് അതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി തന്നെ അറിയാം. 100 കണക്കിന് സ്ഥാപനങ്ങളാണുള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മളോട് ഈ ആദിത്യൻ എന്ന വിദ്യാർത്ഥി, അവിടെ പഠിക്കുന്ന കുട്ടിയാണ് ഈ റാവുസ് അക്കാഡമിയിൽ, പറയുന്നത് പോലെ അവിടെ ഏത് സ്ഥാപനം നോക്കിയാലും ഇതൊക്കെയാണ് അവസ്ഥ. ബേസ്മെൻറ്റിലൊക്കെ ആണ് ക്ലാസ്സുകൾ നടത്തുന്നത്, അല്ലെങ്കിൽ ലൈബ്രറി സജ്ജീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഈ NOC നോക്കിയാൽ അത് അങ്ങനെയൊന്നും അല്ല. അതിൽ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ കൃത്യമായി തന്നെ ഉണ്ട്. എവിടെയാണ് ബേസ്മെൻറ്റിൽ എന്താണ് ചെയ്യാൻ കഴിയുന്നത്, ഇപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ പോലും കൃത്യമായി അതൊക്കെ ലംഘനമാണ് എന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. നമ്മുടെ തലസ്ഥാനത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ. അതെ, താങ്കൾ പറഞ്ഞത് ശരിയാണ്. വളരെ ദാരുണമായിട്ടുള്ള സംഭവമാണ് ഇത്. രാജ്യത്ത് ബ്യൂറോക്രസിയിലേക്ക്, ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങളിലേക്കൊക്കെ പരീക്ഷയ്ക്ക് ആഗ്രഹിച്ച് അതിന് പഠിച്ച് അങ്ങനെയുള്ള IAS പോലുള്ള കടമ്പകൾ കടക്കാൻ വേണ്ടി രാജ്യത്ത് മുഴുവൻ ഭാഗത്തു നിന്നുള്ള വിദ്യാർത്ഥികളാണ് ഇവിടെ വന്ന് കോച്ചിങ്ങിന് ചെയ്തത്. വളരെ ഫേമസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അവിടെയും ഇങ്ങനെയാണ് സ്ഥിതി. അത് സിവിൽ സർവീസിന് ജോയിൻ ചെയ്യുന്നവർക്ക് ബാക്കിയുള്ളവർക്കും കൂടി ഒരു വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. കാരണം ഇത് ഓരോ വർഷവും ഈ വെള്ളം കെട്ടി നിൽക്കുന്നതും ഇതുപോലെ ഓരോ പ്രശ്നങ്ങൾ ഓരോ പ്രാവശ്യവും ഓരോ സീസണിലും കോടതികളിൽ പോകുമ്പോൾ അവിടെ നിന്ന് ഡയറക്ഷൻസ് വരുന്നു. പിന്നെ MCD ഓരോ പ്രാവശ്യവും പറയുന്നത് ഞങ്ങൾ വാട്ടർ ലോഗിങ്ങിന്റെ കംപ്ലീറ്റ് ആയിട്ട് നടന്നിട്ടുണ്ട്, അതിന്റെ പദ്ധതികളെല്ലാം നടപ്പായി കഴിഞ്ഞു. ഈ വർഷവും അങ്ങനെ പ്രസ്താവിച്ചിരുന്നു. മെയ്യിലൊക്കെ 2024 മെയ്യിൽ പ്രസ്താവന ആക്ഷൻ പ്ലാൻ റെഡിയാണെന്നൊക്കെ പറഞ്ഞ് പത്രത്തിൽ വാർത്ത വന്നിരുന്നു. 2 വർഷം മുമ്പ് ഡൽഹി ഹൈക്കോടതി 9 ലക്ഷം രൂപ നഷ്ടപരിഹാരം വിധിച്ചിരുന്നു. ഡിവിഷൻ ബെഞ്ച് 80 വയസ്സായ ഒരു സ്ത്രീക്ക് 9 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം വിധിച്ചിരുന്നത്. അതും MCDയുടെ അനാസ്ഥ കൊണ്ടാണ്. ഇത് നമ്മുടെ പബ്ലിക് ന്യൂയിസൻസ് ഡോക്ട്രിൻ എന്ന് പറയും. 1980 തന്നെ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പബ്ലിക്കിന് ന്യൂയിസൻസ് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്യാതിരുന്ന നെഗ്ലിജൻസ്, ക്രിമിനൽ നെഗ്ലിജൻസ് ആണ്. അല്ല, ഇപ്പൊ ഇവിടുത്തെ ഈ നെഗ്ലിജൻസിനെ കുറിച്ച് പറയുമ്പോൾ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഇത് ആരുടെയൊക്കെ ഭാഗത്തു നിന്നുള്ള പിഴവിനെ കുറിച്ചാണ് നമ്മൾ പറയേണ്ടത്? ഇതിപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെത് വലിയ പ്രശ്നമുണ്ട്, മുനിസിപ്പാലിറ്റിയുടെ പ്രശ്നം. അപ്പോൾ ഈ NOCയിൽ പറയുന്ന അത്തരം കാര്യങ്ങളുടെ ലംഘനം ഉണ്ടായിട്ടുണ്ട്. നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അത് ഫയറിൻ്റെ ഉണ്ട്, കൂടാതെ തന്നെ മുനിസിപ്പാലിറ്റിയുടെയും ഉണ്ട്. അപ്പോൾ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെയും ഉണ്ട്, MCD. ഇതെല്ലാം ലംഘിച്ചുകൊണ്ട് ഇവിടെ ഒരു തരത്തിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന തരത്തിലേക്ക് ഈ ബേസ്മെൻറ്റിൽ റീഡിംഗ് റൂം സജ്ജീകരിച്ച അല്ലെങ്കിൽ ലൈബ്രറി സജ്ജീകരിച്ച അധികൃതർ
ഇങ്ങനെ ഇവരുടെ എല്ലാവരുടെയും ചട്ടലംഘനം, അതാണല്ലോ ഇപ്പോൾ 3 വിദ്യാർത്ഥികളുടെ ജീവൻ നഷ്ടമാകാൻ കാരണമായത്. ദൗർഭാഗ്യവശാല് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ മാത്രമാണ് ആളുകൾ ഇതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നത്. അല്ലെങ്കിൽ MCDക്ക് ആണ് ആദ്യമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി. ഇങ്ങനെ NOC കൊടുത്തത് നിയമവിരുദ്ധമായിട്ടാണെങ്കിൽ അതിന്റെ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുമ്പോൾ ഇന്ന സാധ്യതകളുണ്ട്, അതുകൊണ്ട് അല്ല, അതിലിപ്പോ എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ള NOC നൽകുമ്പോൾ ബേസ്മെന്റിൽ പാർക്കിംഗ് അല്ലെങ്കിൽ സാധനങ്ങൾ എടുത്തു വെക്കാൻ അതിന് മാത്രം അനുമതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൂടാതെ ഡൽഹി ഫയർ സർവീസ് NOC നൽകിയിട്ടുണ്ട്. അവിടെയും ഇത് തന്നെയാണ് പറയുന്നത്, സ്റ്റോർ റൂം ആയിട്ടോ അല്ലെങ്കിൽ പാർക്കിംഗ് ആയിട്ടോ മാത്രം ഉപയോഗിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. അതെ, ആ നിർദ്ദേശങ്ങളെല്ലാം മറികടന്നുകൊണ്ട് നമ്മൾ നേരത്തെ ഒരു വെസ്റ്റ് ബംഗാളിൽ ഒരു ഹോസ്പിറ്റലിലുണ്ടായ തീപിടുത്തത്തെ പറ്റി ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. പല ഹോസ്പിറ്റലുകളിൽ ഇതുപോലെയാണ്. സുരക്ഷാ സംവിധാനത്തിന്റെ എല്ലാ കടമ്പകളും അതിനെല്ലാം മറികടന്നുകൊണ്ട് ഓരോ രീതിയിൽ അത് ഡ്യൂട്ടി ചെയ്യേണ്ടവരെ ചെയ്യാതെ അതിനകത്ത് നിയമലംഘനം നടത്തിക്കൊണ്ടാണ് ഇതെല്ലാം ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. ഇത് കോടതിയിൽ വന്നു കഴിയുമ്പോൾ ആർക്കൊക്കെയാണ്, ഏതൊക്കെ തലങ്ങളിലാണ് ഇതിന് നിയമലംഘനം നടന്നിരിക്കുന്നത്, ആരൊക്കെയാണ് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി വരുന്നതെന്നുള്ള കാര്യം തീരുമാനിക്കപ്പെടും. സ്റ്റുഡൻസ് ഇപ്പൊ തന്നെ ചീഫ് ജസ്റ്റിസിന് കത്ത് എഴുതിയിട്ടുണ്ട്. അതേപോലെ പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കപ്പെട്ടു. പാർലമെന്റ് അതിന് ഇനിയുള്ള മുന്നോട്ടുള്ള കാര്യങ്ങളിലെങ്കിലും വളരെ ശക്തമായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകേണ്ടതാണ്. അതിന് വേണ്ട സംവിധാനം ഒരുക്കേണ്ടതാണ്. MCD ഇതൊരു വലിയ പാഠമായിട്ട് ഉൾക്കൊണ്ടുവേണ്ട. ഹൈക്കോടതിയിൽ നിന്ന് കേസ് പോവുകയാണെങ്കിൽ വളരെ വലിയ രീതിയിലുള്ള കോമ്പൻസേഷൻ ഓർഡർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം പക്ഷേ മരിച്ച വിദ്യാർത്ഥികൾക്ക് വന്ന നഷ്ടം ഒരിക്കലും നികത്താനാവില്ല. അത് ഒരിക്കലും എന്ത് കോമ്പൻസേഷൻ കൊടുത്താലും തീരാത്തത്ര വലിയ നഷ്ടമാണ്. പക്ഷേ തീർച്ചയായും അതിലിപ്പോ ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം മാത്രം അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ 13 IAS കോച്ചിങ് സെന്റേഴ്സ് ആണ് അടച്ചുപൂട്ടിയിട്ടുള്ളത്. ഈ ഇന്നലെയൊക്കെ അതിന്റെ പേരുകളൊക്കെ നമ്മളുടെ പക്കലുണ്ട്. അതെല്ലാം ഈ തരത്തിലേക്ക് അനധികൃതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. IAS അക്കാഡമിയാണെന്ന് ഓർക്കണം. അതെ, രാജ്യതലസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഉദ്യോഗസ്ഥ തലങ്ങളിലേക്കൊക്കെ ഉള്ള പരീക്ഷയ്ക്ക് വേണ്ടി കോച്ചിങ് കൊടുക്കുന്ന സെന്ററുകളിലാണ് ഇത് നടക്കുന്നത്. അവിടെ നിന്ന് അതുപോലുള്ള പരീക്ഷകൾ പാസ്സായിട്ട് വരുന്നവരാണ് പല സ്ഥാപനങ്ങളിലും ഇരിക്കുന്നത്. അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന വീഴ്ചയാണ്. അപ്പൊ നമ്മൾ അതിനനുഭവിക്കുന്നു ഇപ്പോൾ. അതെ, അപ്പോൾ ഇതിൽ ഇന്നിപ്പോൾ ബുൾഡോസർ ഇറക്കിയിരിക്കുന്നത് നമ്മൾ കാണുന്നു. അനധികൃത നിർമ്മാണങ്ങൾ വളരെ വേഗം അതെല്ലാം പൊളിച്ചു നീക്കുന്നു. ഇതൊക്കെ മുനിസിപ്പാലിറ്റി ഇപ്പോൾ ചെയ്യുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിലും കാണുന്നത് പോലെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ, ഒരു അപകടം ഉണ്ടാകുമ്പോൾ, ജീവൻ നഷ്ടപ്പെടുമ്പോൾ ത്വരിതഗതിയിൽ പ്രവർത്തിക്കുന്നു. വീണ്ടും അതെല്ലാം പഴയപടിയായി മാറും. അതല്ലേ നമ്മൾ എവിടെ നോക്കിയാലും കാണുന്നത്. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഇതിന് ഇരകളായി മാറുന്നതോ സാധാരണക്കാരായ ജനങ്ങൾ? അതെ, അത് നമ്മുടെ ശരീരത്തിൽ ഒരു രോഗം ഉണ്ടെങ്കിൽ ലക്ഷണങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കും. ഒറ്റ ദിവസം കൊണ്ടല്ല ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് പോലെ ഒരു സിസ്റ്റം തകരുന്നത് ഒരു നിമിഷം കൊണ്ടല്ല. അത് പല വർഷങ്ങളായിട്ട് പല പ്രാവശ്യം ഇങ്ങനെയുള്ള വാർണിംഗ് സിഗ്നൽസ് കിട്ടിയിട്ട്, പല പ്രാവശ്യവും ഫ്ലഡ് ഉണ്ടായിട്ട്, പല പ്രാവശ്യവും ഇതുപോലുള്ള ഇതിലും മൈനർ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അതൊന്നും പരിഹരിക്കാതെ, അതൊന്നും സീരിയസ് ആയിട്ട് എടുക്കാതെ, അതിന് വേണ്ട റെഗുലേഷൻസ് ഒന്നും ഫോളോ ചെയ്യാതെ MCD തന്നെ കൊണ്ടുവന്നിരിക്കുന്ന കുറെ നിയന്ത്രണങ്ങളാണ്. അതൊന്നും അവർ തന്നെ ഫോളോ ചെയ്യാതെ അതിനെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് ആയിട്ട് ഇങ്ങനെയൊക്കെയുള്ള വലിയ ദുരന്തത്തിലേക്ക് നയിക്കും. അതെ, ഇപ്പൊ ഇതിൽ 53 തുടങ്ങിയതാണ് ഈ റാവുസ് അക്കാഡമി എന്നുള്ളത്. ഡോക്ടർ S റാവു തുടങ്ങിയത്. ഇവിടെ പ്രതിവർഷം 10,000 വിദ്യാർത്ഥികൾ. ഒന്ന് ഓർത്തു നോക്കൂ, ഇത്ര ലക്ഷക്കണക്കിന് പൈസയൊക്കെ വാങ്ങിച്ചാണ് ഇത് ഈ കോച്ചിങ് ഇങ്ങനെ നടത്തിക്കൊണ്ടുവന്നത്. പക്ഷെ എന്ത് സുരക്ഷിതത്വമാണ് ഈ കുട്ടികൾക്കുള്ളത്? ഇത് നമ്മൾ ആരും, ഒരുപക്ഷെ ഈ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളൊന്നും മനസ്സിൽ പോലും ചിന്തിക്കാത്ത തരത്തിലേക്ക്, ഇപ്പം നെവിൻ്റെയൊക്കെ വീട്ടുകാരൊന്നും ചിന്തിക്കുന്ന പോലുമില്ല. ഒരു സുരക്ഷിതത്വവും ഇല്ലാതെയാണ് അവിടെ ഇത്ര വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുട്ടികൾക്ക് പഠനം നൽകുന്നത്, കോച്ചിങ് നൽകുന്നത് എന്ന്, അല്ലേ? അതെ, അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു MCDയുടെ ആണ് ആദ്യത്തെ റെസ്പോൺസിബിലിറ്റി. രണ്ടാമത് ഇതിനകത്ത് നേരത്തെ ഒരു വിദ്യാർത്ഥി പറഞ്ഞതുപോലെ ഒരു പക്ഷേ അതിൽ ഈ ബേസ്മെന്റിൽ ഉണ്ടായിരുന്ന ബേസ്മെന്റിൽ നടത്താൻ പാടില്ല എന്നുള്ളത് ആദ്യത്തെ കാര്യം. രണ്ടാമത് അവിടെ ഉണ്ടായിരുന്ന അത് ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യുകയോ എന്തോ സംഭവം ഉണ്ടായി എന്നുള്ള അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ അന്വേഷണം നടത്തിയിട്ട് കോടതിയിൽ കേസ് വരുമ്പോൾ ആർക്കാണ് എവിടെയൊക്കെയാണ് വീഴ്ച വന്നിരിക്കുന്നതെന്ന് അറിയാൻ പറ്റും.
ഇതിൽ മുൻപ് ഈ ഡൽഹിയിൽ കോച്ചിങ് സെന്റേഴ്സിന് ഫയർ NOC വേണ്ടായിരുന്നു മുഖർജി നഗറിലൊക്കെ. പക്ഷേ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കഴിഞ്ഞ വർഷം ഒരു തീപിടുത്തമുണ്ടായത് നമുക്കറിയാവുന്നതാണ്. അത് എന്നിട്ട് ഒരു 4 നില കെട്ടിടം, ആ ജനലിലൂടെ കുട്ടികൾ പുറത്തേക്ക് ചാടുന്നത് മുഖർജി നഗറിലാണ് അത് ഉണ്ടായത്. അപ്പോൾ അതിനുശേഷമാണെന്ന് എനിക്ക് തോന്നുന്നു കോടതിയുടെ കൃത്യമായ നിർദ്ദേശം, ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഫയർ സ്റ്റാൻഡേർഡ് പരിശോധനയ്ക്കുള്ളൊരു ഉത്തരവ് വരുന്നു, ഫയർ NOC നിർബന്ധമാക്കുന്നു എന്നൊക്കെയുള്ളത്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ തരത്തിലേക്കുള്ള ചട്ടലംഘനം നടക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഭാവി IAS IPS ഉദ്യോഗസ്ഥരൊക്കെ വാർത്തെടുക്കുന്ന സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചട്ടലംഘനമാണ്. അതെ, ഇതൊക്കെ കോടതിയിൽ അവസാനമേ പോകാൻ പാടുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ, ഭരണത്തിന്റെ തലത്തിൽ തന്നെ നടക്കേണ്ടതാണ്. ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷന് കോടതിക്ക് ഇടപെടുന്നതിന് ഒരു പരിധിയുണ്ട്. കോടതിയിൽ പോകുന്ന എന്തെങ്കിലും നിയമലംഘനം നടക്കുമ്പോൾ അതിന്റെ പരിണത ഫലം അത് കഴിഞ്ഞിട്ടാണ് കോടതിയിൽ സാധാരണ ആളുകൾ പോകുന്നത്. ഇതിപ്പോൾ പല കാര്യങ്ങളും ഭരണ സംവിധാനം ചെയ്യേണ്ട പല കാര്യങ്ങളും പരാജയപ്പെടുന്നതുകൊണ്ട്, അവർ ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് അതിനു മുമ്പ് തന്നെ പലപ്പോഴും കോടതിയിലേക്ക് പോകേണ്ടി വരുന്നത്. നേരത്തെ ഹോസ്പിറ്റലിലുണ്ടായ ഫയർ ഇൻസിഡന്റ് അത് വളരെ ഭീകരമായിരുന്നു. ഇപ്പോഴും ഇന്ത്യയിൽ ഇതുപോലുള്ള സർവേ ഒക്കെ നടത്തി കഴിഞ്ഞാൽ പല ഹോസ്പിറ്റലുകളും ഇപ്പോഴും പ്രവർത്തിക്കുന്നത് ഈ സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ടാണ്. ഇതൊക്കെ നമ്മളിനി വീണ്ടും അപകടങ്ങൾ ഉണ്ടാകാൻ നോക്കിയിരിക്കാതെ ഓരോ സംവിധാനത്തിലും പറഞ്ഞിരിക്കുന്ന മിനിമം മാർഗനിർദ്ദേശങ്ങൾ ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒഴിവാക്കാൻ കഴിയും. പക്ഷേ ഇതിപ്പോൾ എത്ര കേന്ദ്രങ്ങളാണ്? 1 2 ഒന്നും അല്ലല്ലോ. 13 ഇന്നലെ തന്നെ അടച്ചു പൂട്ടുന്നു, അനധികൃത നിർമ്മാണങ്ങൾ മാറ്റുന്നു. കൂടാതെ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഹോസ്പിറ്റലിൽ ഉണ്ടായ തീപിടുത്തം, കഴിഞ്ഞ വർഷം മുഖർജി നഗറിൽ എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ ഉണ്ടായ തീപിടുത്തം, 4 നില കെട്ടിട ജനലിലൂടെയൊക്കെ കുട്ടികൾ പുറത്തേക്ക് ചാടുന്നു. കൂടാതെ മുഖർജി നഗറിൽ തന്നെ ഒരു പേയിങ് ഗസ്റ്റ് കേന്ദ്രത്തിൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഉണ്ടായ അപകടം. അതിനുശേഷമാണ് ഈ പറയുന്ന കോടതിയുടെ ഇടപെടലൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ മുഖർജി നഗറും രാജേന്ദ്ര നഗറും ഒക്കെ ഇത്തരം സ്ഥിരം പ്രശ്നമുള്ള സ്ഥലമായിട്ട് പോലും ഇതെന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെ തുടരുന്നു എന്നത് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ അഡ്വക്കേറ്റ്? അതെ, തീർച്ചയായിട്ടും ഇതിപ്പോ രാജ്യത്തിന്റെ ശ്രദ്ധയിലേക്ക് വന്നു കഴിഞ്ഞു. പാർലമെന്റിൽ ഇത് പ്രധാനപ്പെട്ട വിഷയമായിട്ട് ചർച്ച ചെയ്യുന്നു. എന്തെങ്കിലും പെട്ടെന്ന് നടപടികൾ ഉണ്ടാകണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതെ, ഇതിപ്പോ രാജ്യത്തെ ഈ സ്വകാര്യ സിവിൽ സർവീസ് പരിശീലന രംഗം എന്നുള്ളത് ഏതാണ്ട് കോടിക്കണക്കിന് 3000 കോടി രൂപയുടേതാണ് എന്ന കണക്കുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോ KC വേണുഗോപാൽ പറയുന്നത് ഇതൊരു മാഫിയയായി മാറുകയാണ് ഇത്തരം കോച്ചിങ് സെന്റേഴ്സ് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ആയിരിക്കാം, അതിലൊന്നും തർക്കമില്ല. ഇപ്പൊ അതില് എത്രയൊക്കെ ഫീസ് മേടിച്ച് ഇതൊക്കെ ചെയ്യുന്നവര് അതിനുള്ള മിനിമം സുരക്ഷയെങ്കിലും ഒരുക്കേണ്ടതാണ്. അധികൃതരും ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്ന സ്വകാര്യ വ്യക്തികളും ഒക്കെ. അതെ, വളരെ നന്ദി അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ. താങ്കൾ തിരക്കിലായിരുന്നു എന്ന് എനിക്കറിയാം. അതിനിടയിൽ നമുക്കൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന്. ആദിത്യനിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി പോകുന്നു. ആദിത്യന് ഇപ്പോൾ കുട്ടികൾ അവിടെ വലിയ പ്രതിഷേധത്തിലാണ്. ഇപ്പോൾ ഈ കോച്ചിങ് സെന്റർ അടച്ചിട്ടുണ്ട്. കൂടാതെ കോച്ചിങ് സെന്ററിൻ്റെ പ്രതിനിധികൾ, കെട്ടിട ഉടമ ഉൾപ്പെടെയുള്ളവരൊക്കെ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. ഇപ്പോൾ അവർ അറസ്റ്റിലാണ്. അപ്പം നിങ്ങൾ ഇനിയിപ്പോൾ എന്താണ് നിങ്ങളിതിൽ ഭാവിയിൽ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ പഠനം മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ ആ തരത്തിലേക്ക് നിങ്ങളുടെ ആവശ്യം എന്താണ്? നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം എന്താണ്? ഇപ്പോൾ പഠനത്തിൻ്റെ കാര്യത്തിൽ അനിശ്ചിതത്വം നിലവിലുണ്ട്. അപ്പം നമ്മളിന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പം എന്താണ് മുന്നോട്ട് ഉള്ളത് എന്നുള്ളത് നമുക്കറിയാനായിട്ട്. അപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നമ്മളെ അറിയിച്ചത് ഇപ്പോൾ ലീഗൽ ഫോർമാലിറ്റീസുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. ഇപ്പോൾ ഒരാഴ്ചയാണ് നമുക്ക് നിലവിൽ ക്ലാസ് ഇല്ലയെന്ന് അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു സൺഡേ വരെ നമുക്ക് ക്ലാസ് ഇല്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ഒഫീഷ്യലി ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് തന്നെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് മുന്നോട്ടുള്ള ക്ലാസ്സുകളുടെ കാര്യത്തിൽ. അതെ, പക്ഷേ ഇതിപ്പോൾ ഇനി ഈ ഒരു സ്ഥലത്ത് വെച്ച് തുടർ ക്ലാസ്സുകൾ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നതിനോട് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുമോ? അത് അങ്ങനെ ഒരു തരത്തിലേക്ക് ഇനി മുന്നോട്ട് പോകുമെന്ന് നമുക്കറിയില്ല. കാരണം തീർച്ചയായിട്ടും അധികൃതരുടെ ഇടപെടലുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യം എന്താണ്? ക്ലാസ് മുറികളിൽ നമ്മൾക്കൊരു സുരക്ഷാ വീഴ്ച നമുക്ക് തോന്നിയിട്ടില്ല. ക്ലാസ് മുറികൾ ടോപ്പ് ഫ്ലോറിൽ മൂന്നാം നിലയിലും 4ാം നിലയിലും ഒക്കെയാണ് നമുക്ക് ക്ലാസ് മുറികൾ വരുന്നത്. ക്ലാസ് മുറികളിൽ നമുക്കങ്ങനെ ഒരു വലിയ സുരക്ഷാ വീഴ്ച തോന്നിയിട്ടില്ല. ബേസ്മെൻറ്റുകളിൽ പ്രവർത്തിക്കുന്ന ലൈബ്രറികൾക്കും ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കും എതിരായിട്ടാണ് ഇപ്പോൾ ആക്ഷൻ എടുക്കുന്നത്. അപ്പം ബേസ്മെൻറ്റിൽ ഉള്ളത് അതിൻ്റേതായ രീതിയിലുള്ള സുരക്ഷാ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ MCDയും ഉദ്യോഗസ്ഥരും ചേർന്ന് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ക്ലാസ് റൂമുകളിൽ നമുക്ക് അങ്ങനെ സുരക്ഷാ വീഴ്ചയൊന്നും ദൂരെ തോന്നിയിട്ടില്ല. അപ്പോൾ പക്ഷേ ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം നിങ്ങൾ 71 വർഷമായിട്ട് പറഞ്ഞോളൂ.
71 വർഷമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ക്ലാസ് റൂമുകളെല്ലാം വളരെ സ്പേഷ്യസ് ആയിട്ടും വളരെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് ക്ലാസ് റൂമുകളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അറിയില്ല ഇനി എന്താണ് മുമ്പോട്ടെന്നുള്ളത്. വരും ദിവസങ്ങളിൽ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളത്. അതെ, ഇപ്പോൾ നേരത്തെ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭനൊക്കെ പറഞ്ഞതുപോലെ ഇതിൽ MCDയുടെ വലിയ വീഴ്ചയുണ്ട്. കൂടാതെ അപ്പോൾ അവിടുത്തെ ഓടയുടെ പ്രശ്നം ഇതൊക്കെ ഉണ്ട്. കൂടാതെ ഇപ്പോൾ NOC നൽകിയിട്ടുണ്ട്, പക്ഷേ അതിൽ പോലും പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ കൃത്യമായി തന്നെ ലംഘിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് ഉത്തരവാദികൾ ആര് എന്നുള്ളതിനും നമുക്ക് ഉത്തരം വേണം. അവരൊക്കെ ഇതിൽ കുറ്റക്കാരാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. നിങ്ങൾ ഈ സംഭവം ഉണ്ടായതിനു ശേഷം നിങ്ങൾ വിദ്യാർത്ഥികളോട് ഇതിൻ്റെ അധികൃതർ ആരെങ്കിലും സംസാരിച്ചോ? നിങ്ങളെ വിളിച്ചു കൂട്ടി സംസാരിച്ചോ? ഇല്ല, നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഒഫീഷ്യലി ഒരു കമ്മ്യൂണിക്കേഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. നമുക്കിപ്പം കുറച്ച് ലീഗൽ ഫോർമാലിറ്റീസ് നടക്കുകയാണ്. വരും ദിവസങ്ങളിൽ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്ന് മാത്രമേ അറിയിച്ചിട്ടുള്ളൂ. അല്ല, അപ്പോൾ ഇതെന്താണ് ഈ അപകടത്തെക്കുറിച്ച് അങ്ങനെ എന്തോ ഒരു ബ്രീഫിംഗ് ഉണ്ടായിട്ടില്ല? ഇല്ല, ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മളോട് ഇതുവരെയൊന്നും അറിയിച്ചിട്ടില്ല. നന്ദി ആദിത്യൻ, നമുക്കൊപ്പം ന്യൂസ് ഈവനിംഗ് ചർച്ചയിൽ പങ്കെടുത്തതിന്. തിരികെ ന്യൂസ് ഈവനിംഗിലേക്ക് ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. ജലനിരപ്പ് ഉയർന്നതോടെ തൃശൂർ പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. 4 ഷട്ടറുകൾ 7.5 സെന്റിമീറ്റർ വീതമാണ് തുറന്നത്. സൂരജ് സജീവ് വിവരങ്ങളുമായി. സൂരജ്, അവിടെ കനത്ത മഴ തുടരുകയാണോ? പ്രദേശവാസികൾക്ക് അല്ലെങ്കിൽ സമീപത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ടോ? അനുജ, ഇന്നലെ രാത്രി മുതൽ തന്നെ തൃശൂർ ജില്ലയിൽ വലിയ രീതിയിൽ മഴ തുടരുകയാണ്. ഈ ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിലടക്കം കനത്ത മഴയാണ് രേഖപ്പെടുത്തുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ഈ 4 ഷട്ടറുകൾ തുറക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. 7.5 സെന്റിമീറ്റർ വീതമാണ് ഈ ഷട്ടർ തുറന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഈ ഡാം അധികൃതർ നാളെ ഡാം തുറക്കുന്നതിന് വേണ്ടിയാണ് ജില്ലാ ഭരണകൂടത്തോട് അനുമതി തേടിയത്. പക്ഷേ അതിൽ തന്നെ ഈ ഡാമിലെ ജലനിരപ്പ് വലിയ രീതിയിൽ ഉയരുകയായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ന് തന്നെ ഡാം തുറക്കാനുള്ള തീരുമാനത്തിലേക്ക് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി എത്തിയിരിക്കുന്നത്. എന്തായാലും ജില്ലാ കളക്ടർ കൂടിയായിട്ടുള്ള ജില്ലാ ദുരന്ത നിവാരണ ചെയർമാനാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. എന്തായാലും അല്പസമയം മുമ്പ് ഷട്ടറുകൾ തുറക്കുകയും ചെയ്തിട്ടുണ്ട്. 7.5 സെന്റിമീറ്റർ വീതം ഉയർത്തി 4 ഷട്ടറുകളിലൂടെയാണ് ഇപ്പോൾ ഈ വെള്ളം ഒഴുക്കി കളയുന്നത്. ഈ പീച്ചി ഡാമിന്റെ വെള്ളം ഒഴുകി വരുന്ന ഭാഗത്തുള്ള ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശവും ഇതിന്റെ ഭാഗമായി പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്തായാലും തൃശൂർ ജില്ലയിൽ വിവിധ മേഖലകളിൽ കനത്ത മഴയാണ് ഇപ്പോഴും തുടരുന്നത്. അനുജ, ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ മഴ അത് നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. തൃശൂർ ജില്ലയിൽ ജലനിരപ്പ് ഉയർന്നു. തൃശൂർ പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. 4 ഷട്ടറുകളാണ് ഈ തുറന്നിട്ടുള്ളത്. ഈ പ്രദേശത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനിടെ തലശ്ശേരി മൈസൂരു അന്തർ സംസ്ഥാന പാതയിൽ മണ്ണിടിച്ചിലുണ്ടായി എന്ന വാർത്ത പുറത്തുവരുന്നു. കൂട്ടുപുഴ വളവുപാറയിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. മേഖലയിൽ ഭാഗിക ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സജോ ദേവസ്യ വിവരങ്ങളുമായി. സജോ, ഒരു ആശങ്കയുടെ സാഹചര്യമുണ്ടോ നിലവിൽ? അനുജ, ഇക്കാര്യത്തിൽ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമുണ്ട് എന്നതാണ് ഇപ്പോൾ അവിടെ റവന്യൂ ഉദ്യോഗസ്ഥരും ഒക്കെ അറിയിക്കുന്നത്, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഒക്കെ അറിയിക്കുന്നത്. അതുവഴിയുള്ള ഗതാഗതം താൽക്കാലികമായി വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. മറ്റൊരു ബദൽ പാത വഴി തിരിഞ്ഞു പോകണം. അതായത് വള്ളിത്തോട് കൂട്ടുപുഴ റോഡിൽ കച്ചേരിക്കടവ് പാലം ഉപയോഗിച്ച് വാഹനങ്ങൾ വഴിതിരിച്ചു വിടാനായി ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുവഴിയുള്ള ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇത് തലശ്ശേരി മൈസൂർ അന്തർ സംസ്ഥാന പാതയാണ്. വീരാജ്പേട്ടയിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള, അതായത് കർണാടകയിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള പ്രവേശന കവാടം കൂടി ഉൾപ്പെടുന്ന അന്തർ സംസ്ഥാന പാതയാണ്. അവിടെയാണ് കൂട്ടുപുഴ വളവുപാറയിൽ വലിയ തോതിൽ മണ്ണിടിച്ചത്. റോഡിൽ നിന്ന് ആ കുന്നിൻ്റെ ഒരു ഉയരം പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 100 മീറ്ററോളം ഉയരത്തിൽ കുന്നിൻ്റെ ഒരു ഭാഗമാണ് ആ റോഡിൻ്റെ ഒരു ഭാഗത്തുള്ളത്. അതിൽ നിന്നാണ് മണ്ണിടിച്ചിലുണ്ടായത്. നിലവിൽ മണ്ണ് വീണ്ടും അവിടെ മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. അത് കൂടുതൽ അപകടത്തിലേക്ക് നയിച്ചേക്കാം എന്ന ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മുൻകരുതൽ എടുക്കുന്നതെന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരൊക്കെ അറിയിക്കുന്നത്. ഫയർഫോഴ്സ് സംഘം അടക്കം എത്തി ആ ഭാഗത്ത് റോഡ് അടച്ചിട്ടുണ്ട്. പകരം ഗതാഗതം ബദൽ പാത ഉപയോഗിച്ച് വഴിതിരിച്ചു വിടാൻ തീരുമാനമായിട്ടുണ്ട്. കൂടുതൽ മണ്ണിടിച്ചിനുള്ള സാധ്യതയുണ്ട്. തൊട്ട് താഴെ ഒരു പുഴയാണ്. വലിയ തോതിൽ ഒരു ഭാഗത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 100 മീറ്റർ ഉയരത്തിലുള്ള കുന്നാണ്. അപ്പോൾ കൂടുതൽ മണ്ണിടിഞ്ഞ് താഴേക്ക് പതിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് തൽക്കാലം മറ്റെന്തെങ്കിലും ഒരു സുരക്ഷാ ക്രമീകരണം ഏർപ്പെടുത്തുക ഇപ്പോൾ സാധ്യമല്ല. കനത്ത മഴ മലയോര മേഖലകളിൽ കാര്യമായി തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് അതുവഴിയുള്ള യാത്രക്കാർ കൂടി ശ്രദ്ധിക്കുക. ഒരു ഡീവിയേഷൻ എടുത്തു പോകണം. കച്ചേരിക്കടവ് പാലം ഉപയോഗിച്ച് വാഹനങ്ങൾ ഇപ്പോൾ വഴിതിരിച്ചു വിടാൻ കൂടി തീരുമാനിച്ചിട്ടുണ്ട്. അനുജ, സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഈവനിംഗ് അവസാനിക്കുന്നു. നമസ്കാരം.